ഹായ്, ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ മൂന്നാളും വീടിനടുത്തുള്ളൊരു തൂക്കുപാലം കാണാൻ പോവാണ്. ഇതാണ് മുരണി പാലം. ഈ റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. നല്ല വെളിച്ചമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. പൊതുവെ കാഴ്ച കാണാനൊക്കെ പോകുന്നിടത്തുള്ള അത്രയും ആളുകളൊന്നുമില്ല. ഇവിടെ കുറച്ച് മുന്നറിയിപ്പുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരേ സമയം ഒത്തിരി ആളുകൾക്ക് പാലത്തിൽ കയറാൻ അനുമതിയില്ല, കാരണം പാലത്തിന് പഴയ പവറില്ല. പിന്നെ 35ഓളം ആളുകൾ മുങ്ങിയും മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ്. അങ്ങനെ നമ്മൾ ബോർഡൊക്കെ വായിച്ചിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കയറുവാണ്. നല്ല ഒഴുക്കുണ്ട്. ഇപ്പം അടുപ്പിച്ച് മഴ ആയതുകൊണ്ടായിരിക്കാം വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇറങ്ങാനൊക്കെ പറ്റിയേനും. ഇപ്പം നോക്കിക്ക് നല്ല കാഴ്ചയാണ്, നല്ല രസമുണ്ട് കാണാൻ. നല്ല തണുത്ത കാറ്റുമുണ്ട്, നല്ല രസമുണ്ട്. നല്ല മനസ്സിനും കണ്ണിനും കുളിർമ ചെയ്യുന്നൊരു കാഴ്ചയാണ്. നമ്മൾ വണ്ടി നിർത്തിയിട്ട് കയറിയ സ്ഥലത്തു നിന്ന് നേരെ പാലത്തിൻ്റെ ഇങ്ങേ സൈഡിൽ വന്നു. ഇവിടെ കുറച്ച് കാഴ്ചയൊക്കെ കാണാനുണ്ട്. അതായത് പാലം ഉറപ്പിച്ചിരിക്കുന്ന വടമാണിത്. ഇത് ഇരുമ്പിൻ്റെ വടമാണെന്നാണ് പറഞ്ഞിരുന്നത്. സത്യമാണോ എന്നറിയില്ല. ഇതിലാണ് ഉറപ്പിച്ച് വെച്ചേക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. നമ്മളിനി തിരിച്ച് കയറുവാണ്. നമ്മൾ വന്ന സൈഡിലോട്ട് പോവാണ്. രണ്ട് സൈഡും നമുക്ക് പാലത്തിൽ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റും. മരത്തിൻ്റെയോ മറ്റേത് നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന ഒരു സംഭവമില്ല. ഇപ്പം ഈ ഒന്നുകൂടെ കയറുവാണ്, കാരണം ആ ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് തിരിച്ചിട്ട് വേണം നമുക്ക് കയറാൻ. അത് ലൂക്കാപ്പന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാരണം ലൂക്കായെ കളിപ്പിക്കാനായിട്ട് ഞാൻ ഒന്നുകൂടെയും കയറി. പപ്പ പുറകിൽ നിന്ന് കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്. ആ നെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടി. ഇപ്പോൾ കുഞ്ഞും അങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട്. മഴ പെയ്യുമെന്ന് ഓർത്തായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. നമുക്ക് ഈ മല്ലപ്പള്ളിക്കൊക്കെ അടുത്തൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാം, മൈൻഡ് റിഫ്രഷ് ചെയ്യാമെന്നൊക്കെ തോന്നുമ്പം പെട്ടെന്ന് വരാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അതിനും ചിലവൊന്നുമില്ല. വന്ന് കണ്ട് പെട്ടെന്ന് പോകാം. പക്ഷെ ഇവിടെ നമുക്ക് അധികം കടകളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കഴിക്കാനോ കുടിക്കാനോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ കുറച്ച് മാറി അപ്പുറത്ത് ചെറിയ ചെറിയ ഷോപ്സും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞു. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്.